ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രമാദേവിയുടെയും ജയരാമന്റെയും വിവാഹ വാർഷികത്തിന് എത്താൻ കഴിയാതിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ ചന്ദ്രമതി രമാദേവിയെ ഫോണിൽ വിളിക്കുന്നു. അവരെ എല്ലാവരെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ക്ഷണിക്കുന്നു. ധോനിമോളുടെ പിറന്നാൾ ആഘോഷമാക്കി നടത്താൻ തീരുമാനിക്കുന്ന പൂർണിമ ആ ചടങ്ങിലേക്ക് രമാദേവിയെയും കുടുംബത്തെയും ക്ഷണിക്കുന്നു. ധോനിമോളുടെ അച്ഛനായ സഞ്ജയ് ബർത്ത്ഡേ ചടങ്ങിന് എത്തുമോ എന്ന ആശങ്കയും ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട്. ധോനിമോളുടെ പിറന്നാളിന് പോകുന്ന കാര്യം പറയുന്ന രമാദേവി ലക്ഷ്മിയെയും ഒപ്പം കൂട്ടാമെന്ന് അർജുനോട് പറയുന്നു. ഇത് അഷിതയ്ക്കും പൃഥ്വിക്കും മുമ്പിൽ ഐശ്വര്യലക്ഷ്മിയെ മരുമകളായി അവതരിപ്പിക്കുകയാണ് രമാദേവിയുടെ ലക്ഷ്യം. ഇതിനിടെ നരിയും പൃഥ്വിയും തമ്മിലുള്ള ഡീൽ തുടരുന്നു. മണിമാലയ്ക്ക് വേണ്ടി പൂജാരിയെ മുമ്പിൽ നിർത്തി ശിവദാസന് കെണിയൊരുക്കുന്ന നരി തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ആത്മാവിന് ശാന്തി കിട്ടാൻ മണിമാല ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജിക്കണമെന്ന് ജോത്സ്യൻ ശിവദാസനോട് പറയുന്നു. ധോനിമോളുടെ ബർത്ത്ഡേക്ക് രമാനിലയത്തിൽ നിന്നും എല്ലാവരും പോകുന്നു. രമാദേവിയുടെ എതിർപ്പ് അവഗണിച്ച് കല്യാണിയെയും സീതയെയും ചന്ദ്രലേഖയെയും ജയരാമൻ കൂട്ടുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ പിറന്നാൾ ആഘോഷിക്കാൻ ദുർഗ ഒഴികെ എല്ലാവരും എത്തുന്നു. എന്നാൽ പൂർണിമ ദുർഗയെയും കിരണിനെയും ക്ഷണിച്ചിരുന്നു. പരസ്പരം കണ്ട കൗതുകത്തിൽ കല്യാണിയും ദുർഗയും. കല്യാണിയോട് മഹിക്ക് പ്രണയമാണെന്ന് കിരൺ മനസ്സിലാക്കുന്നു. ദുർഗയ്ക്ക് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് കല്യാണിക്കും മനസ്സിലാവുന്നു. പിറന്നാൾ പാർട്ടിയിലെത്തുന്ന സഞ്ജയെ ആദ്യം വീട്ടിൽ കയറ്റുന്നില്ലെങ്കിലും ജയരാമന്റെ ഇടപെടൽ മൂലം തിരികെ വിളിക്കുന്നു. മണിമാലയുമായി പൂജയ്ക്കെത്തിയ ശിവദാസനും കല്യാണിയും നരിയുടെ വലയിൽ കുടുങ്ങിയെങ്കിലും ഒരു ഓപ്പറേഷന്റെ ഭാഗമായി അവിടെ എത്തിയ കിരൺ അവരെ രക്ഷിക്കുന്നു. ദുർഗ കല്യാണിയെ കാണുന്നു. കഥകൾ ചോദിച്ചറിയുന്നു. കിരൺ രാത്രി കല്യാണിയെ ബൈക്കിൽ രമാനിലയത്തിൽ എത്തിക്കുന്നു. അത് കണ്ട് മഹി അസ്വസ്ഥനാവുന്നു. പിറ്റേന്ന് ദുർഗയുടെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. അവിടെ വെച്ച് ദുർഗയുടെ കഥ കല്യാണി അറിയുന്നു. കരോൾ സംഘത്തിന്റെ രൂപത്തിൽ നരിയും ഗുണ്ടകളും അവിടെ എത്തുന്നു. ദുർഗയെ റാഞ്ചുകയായിരുന്നു ലക്ഷ്യം. കല്യാണിയും നരിയുടെ കണ്ണിൽ പെടുന്നു. കിരണും മഹിയും ദുർഗയും ചേർന്ന് ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നു. ഭഗവതിയുടെ സഹായവും കല്യാണിക്ക് കിട്ടുന്നു. മഹിയുടെ പ്രണയം കല്യാണിയോടും കിരണിന്റെ പ്രണയം ദുർഗയോടും എത്രയും വേഗം തുറന്നു പറയാൻ രണ്ടുപേരും തീരുമാനിക്കുന്നു. അങ്ങനെ കല്യാണി സ്വന്തം ജീവിതത്തിലേക്കും ദുർഗ പുതിയ മിഷനിലേക്കും കടക്കുന്നു. ഇനി രണ്ടുപേരും അവരവരുടെ ലോകത്ത് തുടരും.